7 തന്ത്രപ്രധാന മുൻനിര മേഖലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകി 2026-27 കേന്ദ്ര ബജറ്റ്. ബജറ്റിലെ പ്രഥമ കർത്തവ്യം എന്ന തലക്കെട്ടിന് കീഴിലുള്ള പ്രധാന മേഖലകളുടെ ഭാഗമായാണ് ഈ നിർദ്ദിഷ്ട ഇടപെടലുകൾ. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് ബയോഫാർമ ശക്തി എന്ന പദ്ധതിക്ക് 10,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 1.0യുടെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി സെമി കണ്ടക്ടർ മേഖലയിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ISM 2.0 ആരംഭിക്കാനും ബജറ്റ് നിർദ്ദേശിക്കുന്നു. 2025 ഏപ്രിലിൽ ആരംഭിച്ച ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതിക്ക് ബജറ്റിൽ കേന്ദ്രവിഹിതം 40,000 കോടി രൂപയായി ഉയർത്തി. ധാതുസമ്പന്നമായ ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഖനനം, സംസ്കരണം, ഗവേഷണം, ഉൽപാദനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അപൂർവ ധാതു ഇടനാഴി സ്ഥാപിക്കാൻ പിന്തുണ നൽകാൻ ബജറ്റ് നിർദ്ദേശിച്ചു. ആഭ്യന്തര രാസവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി 3 സമർപ്പിത കെമിക്കൽ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതി ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. തൊഴിൽ സാന്ദ്രമായ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 5 ഉപഭാഗങ്ങളുള്ള ഒരു സംയോജിത പരിപാടിയാണ് ബജറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഖാദി, കൈത്തറി, കരകൗശല വസ്തുക്കൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം ആരംഭിക്കാനും കേന്ദ്ര ബജറ്റ് നിർദ്ദേശിക്കുന്നു. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ കായിക വസ്തുക്കളുടെ ആഗോള കേന്ദ്രമായി ഉയർന്നു വരാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഈ മേഖലകളിലെ പദ്ധതികൾ ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് കരുത്തേകുന്നതാണ്.